ഡെയിലി യൂസ് സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ്. കേട്ട് കേട്ട് പറഞ്ഞു പഠിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക, കേട്ടതിന് ശേഷം ആവർത്തിച്ച് പറയുക. ലിസൺ ആൻഡ് റിപ്പീറ്റ്. എനിക്ക് ഒരു കാർ വാങ്ങാൻ സാധിക്കും. ഐ ക്യാൻ ബൈ എ കാർ. ഐ ക്യാൻ ബൈ എ കാർ. ക്യാൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കഴിവിനെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. കൂടുതൽ പേർക്കും അറിയാവുന്ന ഇതേ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സെൻറ്റൻസസും കൂടെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് കുഡ് ആണ്. അതും എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എനിക്കൊരു കാറ് വാങ്ങാൻ സാധിക്കുമായിരുന്നു എന്ന് പറയാൻ ഐ കുഡ് ഹാവ് ബോട്ട് എ കാർ. കുഡ് ഹാവ് അതിൻ്റെ കൂടെ നമ്മൾ ഏത് വേർബാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ വാങ്ങുക എന്നുള്ളത് ബൈ, അതിൻ്റെ തേർഡ് ഫോം ബോട്ട്. ഐ കുഡ് ഹാവ് ബോട്ട് എ കാർ. ഐ കുഡ് ഹാവ് ബോട്ട് എ കാർ എന്ന് പരത്തി പറയേണ്ട. ഐ കുഡ് ഹാവ് ബോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറ് വാങ്ങാൻ സാധിക്കുമായിരുന്നു, പക്ഷേ എനിക്കന്ന് വേറെ എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ വാങ്ങിച്ചില്ല. എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കാറിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയില്ല. എനിക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഐ കുഡ് ഹാവ് ബോട്ട് എ കാർ ബട്ട് ഐ ഡിഡൻറ്റ്. ഓക്കെ, ഇനി നീ ഒരു കാർ വാങ്ങണം എന്ന് നമ്മളോട് ഒരാൾ ഒരു ഉപദേശം പോലെ പറയുകയാണെങ്കിൽ പറയും യു ഷുഡ് ബൈ എ കാർ. യു ഷുഡ് ബൈ എ കാർ എന്ന് പറയും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചില്ല, അയാൾ അങ്ങനെ നമ്മളോട് പറഞ്ഞു, നമ്മൾ വാങ്ങിച്ചില്ല. അതിനുശേഷം നമ്മൾ റിഗ്രറ്റ് ചെയ്യുകയാണ്, ഞാനൊരു കാറ് വാങ്ങേണ്ടതായിരുന്നു, അന്ന് സെയിലും ഉണ്ടായിരുന്നു, ഞാനത് വാങ്ങേണ്ടതായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഐ ഷുഡ് ഹാവ് ബോട്ട് എ കാർ. ഐ ഷുഡ് ഹാവ് ബോട്ട് എ കാർ. അവൻ എന്നോട് പറഞ്ഞതായിരുന്നു, ഞാനത് അനുസരിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അന്ന് സെയിൽ നടക്കുമായിരുന്നു, ഞാനതങ്ങ് വാങ്ങിക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ബോട്ട് എ കാർ എന്ന് പറയും. ഞാൻ അവളെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു, ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഐ ഷുഡ് ഹാവ് മാരീഡ് ഹർ. ഞാൻ അവളെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു, ഞാനത് ചെയ്തില്ല, ഇപ്പം ഞാൻ വിഷമിക്കുകയാണ്. എന്നാലോ എനിക്ക് അവളെ കല്യാണം കഴിക്കാമായിരുന്നു. എനിക്ക് അവളെ കല്യാണം കഴിക്കാമായിരുന്നു. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചു. എനിക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് കുറച്ചും കൂടി നല്ല ജോലി വേണം എന്നായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകണം, വേറെ എന്തൊക്കെയോ പ്ലാൻസ് ആയിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് അവളെ കല്യാണം കഴിക്കാമായിരുന്നു. ഐ കുഡ് ഹാവ് മാരീഡ് ഹർ. ഐ കുഡ് ഹാവ് മാരീഡ് ഹർ. അവിടെ ഐ കുഡ് ഹാവ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല, ഇപ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യാണ്. ഐ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഐ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. എന്നാലോ എനിക്ക് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി കണ്ടെത്തേണ്ട ആവശ്യമോ എന്തെങ്കിലും. എനിക്കെൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. I could have completed my graduation. I could have completed my graduation. നീ എന്നോട് പറയേണ്ടതായിരുന്നു. നീ എന്നോട് പറയേണ്ടതായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? You should have told me. You should have told me. നിനക്ക് എന്നോട് പറയാമായിരുന്നു, പക്ഷേ നീ പറഞ്ഞില്ല, അത് നിൻ്റെ ചോയ്സ് ആയിരുന്നു. ഓക്കെ, You could have told me. You could have told me. നിനക്ക് എന്നോട് പറയാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ. നീ എന്നോട് ചോദിക്കേണ്ടതായിരുന്നു. നീ ചോദിച്ചില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. യു ഷുഡ് ഹാവ് ആസ്ക്ഡ് മീ. യു ഷുഡ് ഹാവ് ആസ്ക്ഡ് മീ. നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു, പക്ഷെ നീ ചോദിച്ചില്ല. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ. ഞാൻ വേദന സംഹാരി കഴിക്കേണ്ടതായിരുന്നു. ഈ മലയാളം വാക്ക് പെയിൻ കില്ലറിന് പറയുന്ന കേട്ടോ, പെയിൻ കില്ലർ. ഐ ഷുഡ് ഹാവ് ടേക്കൻ ദ പെയിൻ കില്ലർ. ഞാൻ ആ പെയിൻ കില്ലർ കഴിച്ചിരുന്നെങ്കിൽ ഈ വേദനയൊന്നും സഹിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഐ ഷുഡ് ഹാവ് ടേക്കൻ ദ പെയിൻ കില്ലർ. എനിക്ക് വേദനാസംഹാരി കഴിക്കാമായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നതെന്ന് കരുതി ഞാനങ്ങ് സഹിച്ചു കിടന്നു. ഐ കുഡ് ഹാവ് ടേക്കൻ ദ പെയിൻ കില്ലർ. ഐ കുഡ് ഹാവ് ടേക്കൻ ദ പെയിൻ കില്ലർ.
അവർക്ക് കളി ജയിക്കാമായിരുന്നു, പക്ഷേ അവർ ആ കളിയെ സീരിയസ് ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ കളി ജയിക്കാൻ കഴിയുമായിരുന്നു. They could have won the game. They could have won the game. അവർക്ക് കുറേ ആളുകളെ കല്യാണത്തിന് വിളിക്കാമായിരുന്നു. അവരുടെ നല്ല കാശുണ്ടായിരുന്നു, കുറേ ആളുകളെ കൂടിയൊക്കെ വിളിക്കാമായിരുന്നു. വിളിക്കുക എന്നുള്ളതിന് എന്തെങ്കിലും കല്യാണത്തിന് അതുപോലുള്ള പരിപാടികൾക്ക് വിളിക്കുന്നതിന് ഇൻവൈറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. They could have invited more people to the wedding. They could have invited more people to the wedding. മാരേജ് എന്ന വിവാഹ ബന്ധത്തിനാണ്, അതായത് കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ആ ഒരു ലൈഫിനാണ് മാരീഡ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. ആ ദിവസം നടക്കുന്ന ചടങ്ങാണ് വെഡിങ്. ഓക്കെ, അവൾക്ക് പരീക്ഷയ്ക്ക് കുറെ കൂടെ പഠിക്കാമായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. അവൾക്ക് പരീക്ഷയ്ക്ക് കുറെ കൂടി പഠിക്കാൻ കഴിയുമായിരുന്നു. She could have studied more for the exam. She could have studied more for the exam. നിനക്ക് അവനൊരു കത്ത് എഴുതാമായിരുന്നു. You could have written him a letter. You could have written him a letter. പിന്നെ ഇന്നത്തെ കാലത്ത് ലെറ്റർ ഒന്നും എഴുതാറില്ല ആരും. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ, ഒരു മെസ്സേജ് ചെയ്യാമായിരുന്നു അവന്, അല്ലേ? നിനക്ക് അവനൊരു മെസ്സേജ് ചെയ്യാമായിരുന്നു. You could have texted him. You could have texted him. അല്ലെങ്കിൽ you could have messaged him. You could have messaged him. അങ്ങനെയൊക്കെ പറയാം. അവന് നന്നായിട്ട് പഠിക്കാമായിരുന്നു, പക്ഷെ അവൻ ഭയങ്കര മടിയനായിരുന്നു. അതായത് അവന് നന്നായിട്ട് പഠിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അവൻ ഭയങ്കര മടിയനായിരുന്നേ. He could have studied well, but he was too lazy. He could have studied well, but he was too lazy. ഞാൻ എന്താ ചുമന്നുകൊണ്ട് വരുന്നതെന്ന് കണ്ടപ്പോൾ നിനക്ക് കതകൊന്ന് തുറക്കാമായിരുന്നു. ഞാൻ എന്തും പൊക്കിക്കൊണ്ടാ വരുന്നതെന്ന് കണ്ടപ്പോൾ നിനക്ക് ആ കതകൊന്ന് തുറക്കാമായിരുന്നു. You could have opened the door when you saw what I was carrying. You could have opened the door when you saw what I was carrying. അവർക്ക് നേരത്തെ വിളിക്കാമായിരുന്നു. ഇനിയിപ്പോൾ വിളിച്ചിട്ട് എന്നെ എടുക്കാനാ? അവർക്ക് നേരത്തെ വിളിക്കാൻ കഴിയുമായിരുന്നു, അല്ലേ? They could have called earlier. They could have called earlier. അവൾക്ക് നമ്മുടെ കൂടെ ഡിന്നറിന് കൂടാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. She could have joined us for the dinner. She could have joined us for the dinner. അവൾക്കത് കഴിയുമായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. അവൾക്ക് ആ പുസ്തകം വാങ്ങാമായിരുന്നു, വാങ്ങാൻ കഴിയുമായിരുന്നു, പക്ഷേ അവൾ എൻ്റെ അടുത്തു നിന്ന് കടം വാങ്ങുകയാണ് ചെയ്തത്. She could have bought the book, but she borrowed it from me. She could have bought the book, but she borrowed it from me. എനിക്ക് നിന്നെ ഫോൺ ചെയ്യാമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ നിന്നോട് നേരിട്ട് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. I could have phoned you, but I prefer to talk to you personally. I could have phoned, but I prefer to talk to you personally. I could have phoned, but I prefer to talk to you personally. എനിക്ക് ആ ജോലിക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചു. I could have applied for the job, but I didn't want to. I could have applied for the job, but I didn't want to. എനിക്ക് നിന്നെ വിളിക്കാമായിരുന്നു, പക്ഷേ നീ തിരക്കായിരിക്കുമെന്ന് ഞാൻ കരുതി. എനിക്ക് നിന്നെ വിളിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ നീ തിരക്കായിരിക്കുമെന്ന് ഞാൻ കരുതി. I could have called you, but I thought you were busy. I could have called you, but I thought you were busy. അവൾക്ക് എന്നോട് സത്യം പറയാമായിരുന്നു, സത്യം പറയാൻ കഴിയുമായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. She could have told me the truth. She could have told me the truth. ഒറ്റയ്ക്ക് പാടുപെടുന്നതിന് പകരം നിനക്ക് സഹായം ചോദിക്കാമായിരുന്നു. You could have asked for help instead of struggling alone. You could have asked for help instead of struggling alone. Struggling എന്ന് വെച്ചാൽ കഷ്ടപ്പെടുക, പാടുപെടുക എന്നൊക്കെ. Instead of എന്ന് വെച്ചാൽ പകരം. Struggling alone ഒറ്റയ്ക്ക് പാടുപെടുന്നതിന്, ഒറ്റയ്ക്ക് പാടുപെടുക. Instead of struggling alone ഒറ്റയ്ക്ക് പാടുപെടുന്നതിന് പകരം you could have asked for help. നിനക്ക് സഹായം ചോദിക്കാമായിരുന്നു. അവൾക്ക് എന്നോട് പറയാമായിരുന്നു, പക്ഷേ അവളത് ചെയ്തില്ല.
She could have told me, but she didn't. She could have told me, but she didn't. എനിക്ക് വേറെ റൂട്ട് പിടിക്കാമായിരുന്നു, പക്ഷേ ഇത് എളുപ്പമായിരിക്കും എന്ന് ഞാൻ കരുതി. അതായത് ഈ റൂട്ട് കുറച്ചും കൂടി സ്പീഡിൽ അങ്ങ് എത്തും എന്ന് ഞാൻ കരുതി. I could have taken a different route, but I thought this one was faster. I could have taken a different route, but I thought this one was faster. നമ്മൾ കുറേ കൂടി കെയർഫുൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. We could have avoided this situation if we had been more careful. We could have avoided this situation if we had been more careful. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു. സഹായിക്കാൻ കഴിയുമായിരുന്നു. I could have helped you if I had known. I could have helped you if I had known. നീ ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു. I could have helped you if you had asked. I could have helped you if you had asked. അവർ നന്നായി കളിച്ചിരുന്നെങ്കിൽ അവർക്ക് കളി ജയിക്കാൻ കഴിയുമായിരുന്നു. They could have won the game if they had played well. They could have won the game if they had played well. നീ നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ നിനക്ക് അവനെ പരിചയപ്പെടാമായിരുന്നു. You could have met him if you had arrived earlier. You could have met him if you had arrived earlier. അവർക്ക് താമസിക്കാൻ ഇതിലും നല്ല സ്ഥലം കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. They couldn't have found a better place to stay. അതായത് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് അവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. They couldn't have found a better place to stay. ഡിന്നറിന് വേണ്ടി നിങ്ങൾക്ക് ഇതിലും നല്ല റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാൻ കഴിയില്ലായിരുന്നു. You couldn't have picked a better restaurant for dinner. You couldn't have picked a better restaurant for dinner. പിന്നെ നമ്മൾ സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ അങ്ങനെ ആവാനായിരിക്കും സാധ്യത, ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഈ could have യൂസ് ചെയ്യാറുണ്ട്. അവൻ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടാവുന്നേ. He could have got stuck in traffic. He could have got stuck in traffic. ഇതേ സംഭവം തന്നെ he might have got stuck in traffic. സെയിം അർത്ഥം തന്നെയാണ്. സാധ്യത പറയുമ്പോൾ ഈ might haveഉം could haveഉം യൂസ് ചെയ്ത് പറയാം. He could have got stuck in traffic അല്ലെങ്കിൽ he might have got stuck in traffic. അതായിരിക്കും സാധ്യത എന്നുള്ള രീതിയിൽ പറയുമ്പോൾ. അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അവൻ ഇതുവരെ എത്തിയിട്ടില്ല, എത്തേണ്ട സമയം കഴിഞ്ഞു, ചിലപ്പോൾ കൂടുതൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും അറിയാതെ. He could have overslept. He could have overslept. അല്ലെങ്കിൽ he might have overslept. അങ്ങനെയും പറയാം. അവൻ ഇത്ര വൈകുന്ന എന്താന്ന് എനിക്ക് ഉറപ്പില്ല, അവൻ ബസ് മിസ്സായതായിരിക്കും. I'm not sure why he's so late. He could have missed the bus. I'm not sure why he's so late. He could have missed the bus. അവരെവിടെ? അവർക്ക് വഴി തെറ്റിയിട്ടുണ്ടാവും. Where are they? They could have got lost. Where are they? They could have got lost. അവൾ എങ്ങനെ കണ്ടുപിടിച്ചു? അവളോട് സുമതി പറഞ്ഞിട്ടുണ്ടാവും. How did she find out? Sumati could have told her. How did she find out? Sumati could have told her. നിന്റെ കാലൊടിഞ്ഞു പോവുമായിരുന്നു. പോയേനെ, പക്ഷെ പോയില്ല. You could have broken your leg. You could have broken your leg. അവർ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവൾക്ക് അവളുടെ ജോലി നഷ്ടപ്പെട്ടേനെ. അവളുടെ ജോലി നഷ്ടപ്പെടുമായിരുന്നു, നഷ്ടപ്പെടാൻ കഴിയുമായിരുന്നു. She could have lost her job if they had found out. She could have lost her job if they had found out. ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ സമയത്ത് എത്താമായിരുന്നു. I could have been there on time
ഇഫ് ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ഏർലിയർ. നമ്മളൊരു കൃത്യസമയത്ത് എത്തുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഓൺ ടൈം, കൃത്യസമയത്ത് എന്നർത്ഥം. ഐ കുഡ് ഹാവ് ബീൻ ദെയർ ഓൺ ടൈം ഇഫ് ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ഏർലിയർ. വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ കൃത്യസമയത്ത് എത്താമായിരുന്നു. നിങ്ങളുടെ സഹായമില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നന്ദി. I couldn't have done it without your help. Thank you so much. I couldn't have done it without your help. Thank you so much. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായമില്ലാതെ അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. We couldn't have done it without your help. We couldn't have done it without your help. എനിക്ക് നേരത്തെ എത്താൻ കഴിയില്ലായിരുന്നു. ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. I couldn't have arrived earlier. There was terrific traffic jam. അത്രയ്ക്ക് ഭയങ്കര ഒരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. I couldn't have arrived earlier. There was terrific traffic jam. അവൻ കഷ്ടപ്പെട്ട് പഠിച്ചാലും പരീക്ഷ ജയിക്കാൻ കഴിയില്ലായിരുന്നു. He couldn't have passed the exam even if he had studied harder. He couldn't have passed the exam even if he had studied harder. Because it was a really, really difficult exam. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാം, എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ജയിക്കാൻ പറ്റത്തില്ലായിരുന്നു നീ. He couldn't have passed the exam even if he had studied harder. ഞാൻ എൻ്റെ ജോലി തീർത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ പാർട്ടിക്ക് വരാൻ കഴിയില്ലായിരുന്നു. If I hadn't finished my work, I couldn't have come to your party. If I hadn't finished my work, I couldn't have come to your party. ടോമി അമ്മുവിനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അമ്മുവിന് അവളുടെ റിപ്പോർട്ട് തീർക്കാൻ കഴിയില്ലായിരുന്നു. If Tommy hadn't helped Ammu, then Ammu couldn't have finished her report. If Tommy hadn't helped Ammu, then Ammu couldn't have finished her report. Thanks for watching. Keep learning English. Keep practicing English. Please like, comment, and subscribe to my channel for more videos. Thank you.